പക്ഷെ അവരുടെ സ്വഭാവം, അവരുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അവരോട് സഹകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അതുകൊണ്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അയാളുമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, അയാളുടെ ആശയങ്ങളുമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ശത്രു സ്ഥാനത്തേക്ക് ഞാൻ അവനെ മാറ്റുകയാണ്. ഒരു എനിമി മോഡിലേക്ക് അയാളെ മാറ്റുന്ന ഒരു പ്രവണത. അവിടെ ഒരു മൂന്നാം മാർഗമുണ്ട്. രണ്ട് മാർഗങ്ങൾ പരാജയപ്പെടുന്നിടത്ത് ഒരു മൂന്നാം മാർഗം എപ്പോഴും നമുക്ക് രക്ഷകനായി വരും എന്നാണ്. അപ്പൊ സ്ട്രെച്ച് കൊളാബറേഷന്റെ 3 സുപ്രധാനമായ തൂണുകൾ നോക്കാം. 3 pillars ഓഫ് സ്ട്രെച്ച് കൊളാബറേഷൻ എന്ന് പറയും. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ട്രെച്ച് കൊളാബറേഷനെ കുറിച്ചാണ്. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വഴക്കമുള്ള, സ്ട്രെച്ച് ചെയ്യുന്ന, നമ്മൾ ഒരാളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, ഒരു സഹകരണം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ് സ്ട്രെച്ച് കൊളാബറേഷൻ എന്ന വാക്ക്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും, വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടാവും, കടുത്ത അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് നമുക്ക് ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവിനെയാണ് സ്ട്രെച്ച് കൊളാബറേഷൻ എന്ന് പൊതുവായി പറയുന്നത്. അപ്പോൾ ആളുകൾക്കൊക്കെ എപ്പോഴും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആളുകളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ സ്വഭാവം, അവരുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അവരോട് സഹകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അതുകൊണ്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ആ കുടുംബത്തിൽ ആ വ്യക്തിയുമായി എനിക്ക് ഒരിക്കലും ചേർന്ന് പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സ്ട്രെച്ച് കൊളാബറേഷൻ ഒരുപക്ഷെ നമുക്ക് സഹായകരമായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ പരമ്പരാഗതമായ സഹകരണത്തിന്റെ പരാജയം എന്ന് പറയുന്നത് പഴയ ചിന്താഗതികളുണ്ട്. അപ്പോൾ അതിന് സഹകരണത്തിൽ എല്ലാവർക്കും പൊതുവായിട്ട് പറയുന്നത്, പണ്ടൊക്കെ പറയുന്നത്, എല്ലാവർക്കും ഒരേ ലക്ഷ്യം വേണമെന്നാണ്. ഒരു ഏക ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പരസ്പര വിശ്വാസം ഉണ്ടാവണമെന്നും 100% ഈ ഒരു ഏക അഭിപ്രായം ഒരു കാര്യത്തിൽ വേണമെന്നുമാണ് പരമ്പരാഗതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു കൊളാബറേഷന്റെ, ഒരു സഹകരണത്തിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ആഗോളവൽകൃത ലോകത്ത് വ്യത്യസ്തമായ അജണ്ടകളുള്ള മനുഷ്യരാണ് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പൊ പല അഭിപ്രായക്കാരുണ്ടാവും, അവർക്ക് പല ആശയങ്ങളുണ്ട്, പല ഐഡിയോളജി ഉള്ള മനുഷ്യരാണ്, പല തരത്തിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ അവിടെ പൂർണ്ണമായ യോജിപ്പോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമോ ഒക്കെ അസാധ്യമാണെന്ന് കാണാം. എങ്ങനെയാണ് അങ്ങനെ ഒരു ഏകമായിട്ടുള്ള അഭിപ്രായത്തിലേക്ക് അപ്പോൾ പരമ്പരാഗത രീതിയിൽ വരിക? ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് ഏകതാനതയോടുകൂടി, അവധാനതയോടുകൂടി പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പൊ അത് അസാധ്യമാണെന്ന് കാണാം. അപ്പം ശത്രുവാക്കൽ എന്ന രോഗമുണ്ട്. എന്താണ്? നമുക്കെല്ലാവർക്കും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലോകവ്യാപകമായി പടർന്ന് അന്തരിച്ചിട്ടുള്ള ഒരു രോഗമാണ്, ഒരു സിൻഡ്രോമാണ് എനിമിഫൈയിങ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ശത്രുവാക്കൽ രോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എനിമിഫൈയിങ് ചെയ്യുക, നമ്മളോട് വിയോജിക്കുന്നവരെ, ആളുകളെയൊക്കെ നമ്മൾ പെട്ടെന്ന് ശത്രുവാക്കി മുദ്ര കുത്തുന്ന ഒരു പ്രവണത ആണിത്. അയാളുമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, അയാളുടെ ആശയങ്ങളുമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, അപ്പോൾ എൻ്റെ ശത്രു സ്ഥാനത്തേക്ക് ഞാൻ അവനെ മാറ്റുകയാണ്. ഒരു എനിമി മോഡിലേക്ക് അയാളെ മാറ്റുന്ന ഒരു പ്രവണത, ഇതിനാണ് എനിമിഫൈയിങ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഒരാളെ മാനസികമായി ശത്രുവായി കാണുന്ന ആ നിമിഷം തന്നെ അവരുമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ആശയവിനിമയം എന്നത് അത് പൊടുന്നനെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അവരെ അതിനോടുകൂടി തന്നെ പഴിചാരൽ ആരംഭിക്കുകയും ചെയ്യും. പൊടുന്നനെ തന്നെ അയാളോട്ട് ബന്ധപ്പെടാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ മുകളിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് അയാളെ നമ്മൾ ശത്രുപക്ഷത്തേക്ക് പെട്ടെന്ന് അങ്ങ് നീക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഹകരണം ഒരു തെരഞ്ഞെടുപ്പാണെന്ന് പറയും. ഇതൊരു ചോയ്സ് ആണ്, നോട്ട് എ ഒബ്ലിഗേഷൻ എന്നാണ് പറയുക സഹകരണം. അപ്പൊ പ്രതിസന്ധികളിൽ ഒരു നേതാവിന് മുന്നിൽ 2-3 വഴികളുണ്ട്. ഒരു ലീഡർ ആണെങ്കിൽ അയാൾ ഒരു ബിസിനസ് ലീഡർ ആവട്ടെ, ഒരു പൊളിറ്റിക്കൽ ലീഡർ ആവട്ടെ, ഒരു കുടുംബനാഥനോ നാഥയോ ആകട്ടെ, ഒക്കെ അവരുടെ മുന്നിൽ 2-3 വഴികളുണ്ട്. എന്താണ്? ഒന്ന്, കൊളാബറേറ്റ് ചെയ്യുക എന്നതാണ്, സഹകരിക്കുക, മത്സരിക്കുക, പോരാടുക എന്നീ 3 വഴികളാണ്. ഒന്നുകിൽ സഹകരിക്കുക, അല്ലെങ്കിൽ മത്സരിക്കുക, അല്ലെങ്കിൽ പോരാടുക എന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ കോമ്പീറ്റ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ പിന്നെ വിട്ടു നിൽക്കുക, പിന്മാറുക എന്നതാണ് മറ്റൊന്ന്. അല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ തുടർച്ചയായ വഞ്ചന തുടങ്ങിയ സാഹചര്യങ്ങളിൽ സഹകരിക്കാൻ നിൽക്കാതെ, ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ സഹകരിക്കാൻ നിൽക്കാതെ അതിരുകൾ നിശ്ചയിച്ചുകൊണ്ട് പിന്മാറുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല ബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെച്ച് കൊളാബറേഷന്റെ 3 സുപ്രധാനമായ തൂണുകൾ നോക്കാം. 3 pillars ഓഫ് സ്ട്രെച്ച് കൊളാബറേഷൻ എന്ന് പറയും. അപ്പൊ ഇത് വളരെ ശക്തമായിട്ടുള്ള ഈ 3 തൂണുകളാണ്
ഈ തൂണുകൾ നമുക്ക് കൃത്യമായി മുന്നോട്ട് നോക്കി പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു പരിധിവരെ നമുക്ക് ഇന്നത്തെ കാലത്ത് സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണ്? അതിന്റെ ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് സംഘർഷവും ബന്ധവുമാണ്. രണ്ടാമത്തത് പരീക്ഷണങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും പ്രശ്നത്തിന്റെ ഭാഗമായി ഒരുമിച്ച് അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്ന് വെച്ചാൽ സ്വയം കാണുക എന്നത് തന്നെയാണ്. അപ്പോൾ ഈ തരത്തിൽ ഒന്നാമത്തെ പില്ലറിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് പോകാം. ആ ഒന്നാമത്തെ പില്ലർ കടുത്ത വിയോജിപ്പുകളെ അംഗീകരിക്കുക എന്നതാണ്. എന്നാൽ വ്യക്തിഗത ബന്ധങ്ങൾ തകരാതെ സൂക്ഷിക്കുകയും ചെയ്യുക. അവിടെ നമുക്ക് കടുത്ത വിയോജിപ്പ് ഉണ്ടാവാം, പക്ഷെ ആ വിയോജിപ്പ് നമുക്ക് കൃത്യമായി അവരോട് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിപരമായ ബന്ധങ്ങളെ തകരാതെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഒന്നാമത്തെ പില്ലർ. രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് നമ്മൾ നടപ്പിലാക്കാൻ കഴിയാത്ത വലിയ മാസ്റ്റർ പ്ലാനുകൾക്ക് പകരം വലിയ പദ്ധതികളൊക്കെ ഉണ്ട്, അത് നടപ്പാക്കാൻ കഴിയാത്ത മാസ്റ്റർ പ്ലാനുകളാണ്, പേപ്പറിൽ ഇരിക്കുന്നു. അതിന് പകരം ചെറിയ പ്രായോഗികമായ ചെറിയ കുഞ്ഞു കുഞ്ഞു ചുവടുവെപ്പുകളിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ്. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ചായിട്ട് വിഭജിച്ച് കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് വലിയ പ്ലാനുകൾ, നടപ്പാക്കപ്പെടാതെ പോകുന്ന പ്ലാനുകളെക്കാൾ കൂടുതൽ നല്ലത് എന്ന് കാണാം. മൂന്നാമത്തെ പില്ലർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ പ്രശ്നത്തിൽ എൻ്റെ ഭാഗത്തു നിന്നും എന്തു വീഴ്ചയാണ് ഉണ്ടായതെന്ന് കണ്ടെത്തുക. ഇതാണ്, അത് സ്വയം ചോദിക്കേണ്ടതാണ്. നമ്മൾ വളരെ പ്രായോഗികമായിട്ടുള്ള ചില പാഠങ്ങളാണ് ഇതല്ല. ഈ മൂന്ന് പില്ലറുകളും നമ്മൾ കൃത്യമായി പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും ഏത് ബുദ്ധിമുട്ടേറിയ മനുഷ്യരുമായി നമുക്ക് സഹകരിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്നു എന്നാണ്. അപ്പം മറ്റുള്ളവരെ മാറ്റാൻ നമ്മൾക്ക് കഴിയില്ല എന്നതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട വലിയ പാഠം. ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ കഴിയില്ല. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ആരെയാണ്? നമ്മുടെ സ്വന്തം പ്രതികരണങ്ങളെയാണ്, നമ്മുടെ റിയാക്ഷനുകളെയാണ്. അതിനെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അപ്പൊ സംഘർഷങ്ങൾ സത്യത്തിൽ വളർച്ചയുടെ ഭാഗമായിട്ട് വേണം കാണാൻ. സംഘർഷങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, പലപ്പോഴും പ്രശ്നത്തിന്റെ അകത്താണ് അതിനുള്ള പരിഹാരവും എന്ന ഒരു ചിന്തയുണ്ട്. അതിനകത്താണ്, പ്രശ്നത്തിന് പുറത്തല്ല അതിന്റെ പരിഹാരം, അതിനകത്ത് തന്നെയാണ്. നല്ല നെഗോസിയേഷൻ നടത്തുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ നെഗോഷിയേറ്ററെ കുറിച്ച് പറയുന്നത് അവർ ആ പ്രശ്നത്തിന്റെ അകത്തേക്ക്, അതിന്റെ ഉൾക്കാമ്പിലേക്ക് കടന്നു എന്ന് അതിനെ വിഭജിച്ച് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രശ്നത്തിന്റെ പരിഹാരം അവിടെ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ പരിഹാരം അവർ കണ്ടെത്തി അതിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പുതിയ പരിഹാരങ്ങളിലേക്കുള്ള വാതിലുകളാണ് എന്ന് വേണം കാണാൻ. നമുക്ക് വലിയ തർക്കമുണ്ടാവും, വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ഉണ്ടായിക്കോട്ടെ. ഏത് തരത്തിലുള്ള ഡിസ്കഷനിലും ഏത് തരത്തിലുള്ള സംഗതികളാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും അതൊക്കെ ഉണ്ടാവും. പക്ഷെ ആ തർക്കങ്ങളും പുതിയ പരിഹാരങ്ങളിലേക്കുള്ള വാതിലുകളാണ് എന്ന് വേണം കാണാൻ. അവിടെ ഒരു മൂന്നാം മാർഗമുണ്ട്. രണ്ട് മാർഗങ്ങൾ പരാജയപ്പെടുന്നിടത്ത് ഒരു മൂന്നാം മാർഗം എപ്പോഴും നമുക്ക് രക്ഷകനായി വരും എന്നതാണ്. അപ്പൊ പരിപൂർണമായ യോജിപ്പല്ല പ്രധാനം. വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും പരിപൂർണമായ യോജിപ്പ് കൊണ്ട് നമുക്കൊരിക്കലും പരമ്പരാഗതമായ പഴയ രീതിയിൽ നിന്ന് മാറി വിയോജിപ്പുകൾ, പ്രശ്നങ്ങളുണ്ട്, വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്, അത് നിലനിൽക്കുമ്പോൾ തന്നെ ഒരുമിച്ച് മുന്നോട്ട് വെക്കുന്ന പ്രായോഗികമായ പ്രവർത്തന പദ്ധതികളാണ് നമുക്ക് വേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനം. മുന്നോട്ട് പോകാനുള്ള പ്രവർത്തന പദ്ധതികളാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. ആ നിലയ്ക്ക് നമുക്ക് സ്ട്രെച്ച് കൊളാബറേഷൻ എന്ന് പറഞ്ഞത്, വഴക്കമുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത്, വഴക്കമുള്ള ഒരു സഹകരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്, സംഘർഷം നിറഞ്ഞ ഈ കാലത്ത് ഒരു അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിട്ട്, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു മാർഗമായിട്ട് നമ്മളെല്ലാവരും അനുവർത്തിക്കേണ്ടതാണ്. നമുക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ അതിലൂടെ പരിഹരിച്ചെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും. നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിൽ, നിങ്ങളുടെ സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസുകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ധാരാളമുണ്ട്. വളരെ വ്യത്യസ്തമായ ഡിഫറെന്റ് ആയിട്ടുള്ള അച്ഛനും മകനും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും തമ്മിൽ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വിരുദ്ധ ധ്രുവങ്ങളിലേക്കാണ്. ലോകം ഈ യൂണിവേഴ്സ് പോലെ തന്നെയാണ് ഈ ലോകത്തിന്റെ അവസ്ഥയും മനുഷ്യന്റെ അവസ്ഥയും എന്ന് വേണമെങ്കിൽ പറയാം. യൂണിവേഴ്സ് പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഓരോ നക്ഷത്ര സമൂഹങ്ങളും പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെ മനുഷ്യ മനസ്സുകളും എങ്ങും ഇല്ലാത്ത വിധത്തിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കുന്നതിന് പരമ്പരാഗതമായ രീതികൾ ഇപ്പോൾ അനുവർത്തിക്കാൻ പറ്റില്ല എന്നാണ് വരുന്നത്. അപ്പൊ അവരുടെ ആശങ്കകൾ, കാരണം ഇത് രണ്ടുപേരും അവരുടെ നിലപാടുകളിൽ, ഓരോ മനുഷ്യനും ഓരോ തുരുത്തുകളാണ്, ഓരോ കൺട്രികളാണ്, ഓരോ രാജ്യങ്ങളാണ്.
അപ്പൊ അവരുടെ ആശയങ്ങളുണ്ട്, അവരുടെ ലക്ഷ്യങ്ങളുണ്ട്, അവരുടെ സാമ്രാജ്യം അവർ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ ആ ആശയങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ, സംഘർഷങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെ ആ സംഘർഷത്തിന്റെ അകത്ത് വട്ടമേശകൾക്കിരുന്ന്, ഇരുമേശകൾക്ക് ചുറ്റുമിരുന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആ പരിഹാര മാർഗങ്ങൾ ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ഇത് കോർപ്പറേറ്റുകളുടെ കാലമാണ്. അപ്പോൾ അതിനകത്ത് വളരെ ഇന്റലിജന്റ് ആയിട്ട് അവരുടെ അഭിപ്രായങ്ങളോട് യോജിച്ചുകൊണ്ട് ഇതിന് സ്റ്റിച്ചിങ് മെത്തേഡ് എന്നാ പറയുക. സ്റ്റിച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ആ അഭിപ്രായങ്ങളോട് യോജിച്ചുകൊണ്ട്, പരമാവധി യോജിക്കാവുന്ന മാർഗങ്ങളിലൂടെ ഒക്കെ യോജിച്ചുകൊണ്ട് തയ്ച്ചു കയറുക എന്നാണ്. തയ്ച്ചു കയറുന്നതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ്? ഒരു തുണി, 2 കഷ്ണങ്ങളായ തുണി ഇങ്ങനെ തയ്ച്ച് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ തുണി പിന്നെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ അത് തേച്ചെടുത്താൽ, അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും. എവിടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുക പോലുമില്ല. അപ്പൊ ആ തരത്തിൽ 2 വിരുദ്ധ അഭിപ്രായങ്ങളെ കൂടിച്ചേരാവുന്ന വശങ്ങളിൽ, കാര്യങ്ങളിലൊക്കെ സമന്വയം ഉണ്ടാക്കിക്കൊണ്ട്, ചേർന്നുകൊണ്ട്, അതിനെ തുന്നിച്ചേർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് വളരെ കൃത്യമായി നല്ല വഴക്കമുള്ള, മെയ്വഴക്കമുള്ള ഒരു സ്ട്രെച്ചിങ് കൊളാബറേഷൻ സാധ്യമാകുന്നത്.